ഗോവിന്ദച്ചാമിയുടെ ജയിൽച്ചാട്ടവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം അതിന് പിന്നിൽ പി ജയരാജന്റെ ഒരു പങ്കുള്ളതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും അതൊരു വെറും രാഷ്ട്രീയ ആരോപണം മാത്രമാണോ അത്? അല്ല, സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം കാണും. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ സുരേന്ദ്രൻ ഉന്നയിക്കില്ല. ഇവിടെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ ഉപദേശക സമിതിയിൽ ഉള്ളത് പി ജയരാജനും അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂർ MLA എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം കുറച്ച് ദുരൂഹതയെല്ലാം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വളരെ ശരിയാണ്. ഈ കണ്ണൂർ ജയിൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് CPM-ന്റെ നിയന്ത്രണത്തിലാണ്. കഴിഞ്ഞ ഒരു 30-40 വർഷമായിട്ട് 1980-കൾ മുതൽ എന്ന് തന്നെ പറയാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ കണ്ണൂർ ജയിൽ രാഷ്ട്രീയമായിട്ട് CPM-ന്റെ ഒരു പാർട്ടി ഗ്രാമം പോലെ ആയിട്ടുണ്ട്. ഇവിടെ CPM അറിയാതെ അവിടെ ഒന്നും നടക്കില്ല, ഒരു ഈച്ച പോലും പറക്കില്ല. ഇപ്പോൾ അവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവ് പി ജയരാജനാണ്. അദ്ദേഹം ഉപദേശക സമിതി അംഗമാണ്. ജയിലിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട്. ജയിൽ നവീകരണ പ്രക്രിയയിൽ പി ജയരാജൻ്റെ സംഭാവനയുണ്ട്. ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. കാരണം ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് അകത്തുനിന്നും പുറത്തുനിന്നും സഹായം കിട്ടിയിട്ടാണ്. അല്ലാതെ കണ്ണൂർ ജയിലിൽ നിന്ന് ഒരാളിനും രക്ഷപ്പെടാൻ സാധിക്കില്ല. കണ്ണൂർ ജയിൽ മാത്രമല്ല, കണ്ണൂർ ജയിൽ, വിയ്യൂർ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, ഈ 3 ജയിലുകളും സുരക്ഷാ കാര്യത്തിൽ പഴുതടച്ച സുരക്ഷ തന്നെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? പക്ഷേ അവിടെ നിന്ന് ഒരു ജയിലിലെ അന്തേവാസി രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ജയിലിനുള്ളിൽ നിന്നും ജയിലിന് പുറത്തു നിന്നും സഹായം കിട്ടിയിരിക്കും. അങ്ങനെ സഹായം കിട്ടാതെ ഈ ആളിന് രക്ഷപ്പെടാൻ അതാണ് ഏറ്റവും പുതിയ വരുന്ന വാർത്ത. ഇദ്ദേഹം ജയിൽ ചാടിയ രീതി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ടോ മണിക്കൂറുകളോ കൊണ്ടോ പ്ലാൻ ചെയ്ത കാര്യമല്ല. ദിവസങ്ങളായി തന്നെ അത്തരം പദ്ധതി ഇട്ട് അതിനുശേഷമാണ് ചാടിയിരിക്കുന്നത്. അതെ, ഈ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ഇരുമ്പഴികൾ വളച്ച് അതിലൂടെ പുറത്തിറങ്ങി എന്നാണ് പറയുന്നത്. അതിനുശേഷം അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല, തുണികൾ ഉപയോഗിച്ച് വടം പോലെ കെട്ടിയുണ്ടാക്കി അതിലൂടെ ഊർന്നിറങ്ങി എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് കാര്യമായ സഹായം ഗോവിന്ദച്ചാമിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ ദുരൂഹത ആരോപിക്കുന്നതും ഈ ഉപദേശക സമിതി അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും അതുകൊണ്ടാണ്. കാരണം അവരൊക്കെ കണ്ണൂർ ജയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പി ജയരാജനാണ് കണ്ണൂർ ജയിൽ ഭരിക്കുന്നത്. പി ജയരാജൻ ഉപദേശക സമിതി അംഗമാണെങ്കിലും പി ജയരാജൻ അറിയാതെ CPM-ന്റെ പി ജയരാജൻ അറിയാതെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ പോലെ ജയിൽ സൂപ്രണ്ടിനേക്കാൾ കൂടുതൽ അവിടെ പരിഗണന കിട്ടുന്ന ഒരാള് ഈ കൃപേഷ് ബന്ധപ്പെട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചല്ലോ. അതിനുശേഷം അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് എത്തിക്കുന്നത്. അവിടെ നേരിട്ടെത്തി സ്വീകരണം നൽകുകയാണ് പി ജയരാജൻ. അദ്ദേഹം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ പോലെയാണ്. അവിടെ നിരന്തരം ബന്ധങ്ങളും അവിടെ തന്നെയാണ് അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണൂർ ജയിൽ ഒരു പാർട്ടി ഗ്രാമമാണ്. CPM എങ്ങനെയാണോ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലൊരു പാർട്ടി ഗ്രാമമാണ് കണ്ണൂർ ജയിൽ. അതിനകത്ത് പാർട്ടിയുടെ കേഡർമാരുണ്ട്, അവർ മീറ്റിംഗ് കൂടാറുണ്ട്, അവരുടെ പാർട്ടി DYFIയുടെ മറ്റ് ദൈനംദിന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവിടെ നടക്കാറുണ്ട്. പാർട്ടിയുടെ ആഘോഷങ്ങളൊക്കെ ജയിലിനുള്ളിൽ നടക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴായിട്ട് വാർത്തകൾ പുറത്തു വന്നതാണ്. ഇതിനെതിരെ വലിയ ജനരോഷം ഉയരുകയും ചെയ്തതാണ്. ഹൈക്കോടതി ഉൾപ്പെടെ നിരവധി തവണ പല കാര്യങ്ങളും നമ്മുടെ ജയിലുകളിലെ മോശപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് പല തവണ ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചതാണ്. അപ്പോൾ പേരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് കഴിയുമ്പോൾ നിൽക്കും, അല്ലേ? ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജയിലുകളിലെല്ലാം ഉണ്ട്. അതിൽ കണ്ണൂർ പ്രത്യേകിച്ചും. കണ്ണൂർ ജയിൽ പരിപൂർണമായിട്ടും അതിൻ്റെ നിയന്ത്രണം CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കയ്യിലാണ്. അവിടെ കിരീടം വയ്ക്കാത്തൊരു രാജാവാണ് പി ജയരാജൻ. പി ജയരാജൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ ജയിലിൽ നടക്കുന്ന ഏത് സംഭവവികാസങ്ങളുടെയും പുറകിൽ ഒരു CPM പങ്ക് ആരോപിക്കപ്പെടാറുണ്ട്. ഇവിടെയും വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ അത് ആ രീതിയിൽ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഭരിക്കുന്ന കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്, അകത്തും പുറത്തും ആൾക്കാരുണ്ട് സഹായത്തിന് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് എന്ന് പറഞ്ഞൊക്കെയാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത്.
നമുക്ക് സുരേന്ദ്രൻ പറയുന്നതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് വളരെ കാരണം TP വധക്കേസിൽ കണ്ണൂരിലുള്ള ഈ പ്രതികൾ മുഴുവൻ ഈ നാട്ടിൽ നിന്ന് പരോളെടുത്ത് ജയിലിൽ പോകും. അങ്ങനെയാണ് പറയേണ്ടത്. അവർ കൂടുതൽ സമയവും നാട്ടിലുണ്ട്. പരോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നിന്ന് പരോളെടുത്ത് ജയിൽ സന്ദർശനത്തിന് പോകും. നമുക്കറിയാം, പണ്ട് ഏഷ്യാനെറ്റിൽ TV പ്രസാദ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ജോലി ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോൾ അദ്ദേഹം ഏഷ്യാനെറ്റിലല്ല, അന്ന് അദ്ദേഹം ഈ കണ്ണൂർ ജയിലിൽ കഴിയുന്ന TP കൊലക്കേസിലെ പ്രതി ഷാഫി എന്ന് പറയുന്ന ഇടങ്കയ്യൻ ലെഫ്റ്റിസ്റ്റാണ്. ഷാഫിയാണ് ഇങ്ങനെയുള്ള വെട്ട്, മുഖത്തിന് കുറുകെയുള്ള വെട്ട് വെട്ടിയത് ഷാഫിയാണെന്ന് പോലീസ് പറയുന്നു. ആ ഷാഫി ജയിലിൽ നിന്ന് ഷാഫിയോട് ജയിലിലേക്ക് വിളിച്ച് പ്രസാദ് സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അടക്കം ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്തു, അല്ലേ? TV പ്രസാദ് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ശബ്ദരേഖ അത് അതേപടി പുറത്തു വന്നു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ CPMൻ്റെ ക്രിമിനലുകൾക്ക് ജയിലെന്ന് പറയുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്. അവർക്ക് മറ്റേ തറവാട്ട് വീട്ടിലേക്ക് പോകുന്നത് പോലെയാണ് അവർ ജയിലിലേക്ക്, കണ്ണൂർ ജയിലിലേക്ക് അവർ പോകുന്നത്. നമുക്കറിയാം, പണ്ട് അവിടെ ഈ RSSൻ്റെയും CPMൻ്റെയും ആൾക്കാർ ശിക്ഷിക്കപ്പെട്ട് അവിടെ കഴിഞ്ഞിരുന്നു. അവിടെ വലിയ കലഹമുണ്ടാകുകയും സംഘർഷമുണ്ടാകുകയും ഒരു CPMൻ്റെ ഒരു നേതാവ് ഈ ഇരുമ്പ് ബക്കറ്റ് കൊണ്ടുള്ള, ഈ വെള്ളം കോരാനുള്ള ഇരുമ്പ് ബക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ തൊട്ടി എന്ന് പറയുന്നത്, അതുകൊണ്ടുള്ള അടിയേറ്റ് മരിച്ചു എന്നൊരു സംഭവം ഉണ്ടായി. അങ്ങനെ അവസാനം അവിടുത്തെ RSSകാരായ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഗതികേട് പോലും നമ്മുടെ സർക്കാരിനുണ്ടായി, അല്ലെങ്കിൽ ജയിൽ അധികൃതർക്കുണ്ടായി. ഇല്ലെങ്കിൽ അവിടെ ഇനിയും കൊലപാതകങ്ങൾ നടക്കും. ഈ പറയുന്ന പോലെ എപ്പോഴും ഈ CPM RSS സംഘർഷം ജയിലിനുള്ളിലും നടക്കാൻ തുടങ്ങി. അത് 1, 2, 3 എന്നുള്ളതല്ല, ദിവസവും സംഘർഷത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ നിവർത്തികെട്ട് ഈ CPMൻ്റെ ഒരു സെൽ ഭരണം അത് ജയിലിനുള്ളിലും കൂടി നടക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർക്കാനും ആളുണ്ടായി. ഈ RSSകാരൊന്നും അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നവരൊന്നും അല്ല. അവരുടെ മെക്കിട്ട് കയറാൻ ചെന്നപ്പോൾ അവർ തിരിച്ച് എതിർത്തു. ആ എതിർപ്പ് ഈ പറഞ്ഞതുപോലെ വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഒരാൾ മരിക്കുകയും ചെയ്തു. ആ കേസിൽ ഇപ്പോൾ അതിനകത്ത് പിന്നെ കേസൊക്കെ പോയി, പ്രതികളെയൊക്കെ വിട്ടു, അതിനകത്ത് കാര്യമൊന്നുമില്ല. കാരണം സംഘർഷം ഉണ്ടായി, ആരെ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും അവിടെ വ്യക്തമല്ല, തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ തള്ളിപ്പോയി. ചിലരെയൊക്കെ ശിക്ഷിച്ചു, ചിലരെയൊക്കെ രക്ഷപ്പെട്ടു, പിന്നീട് അത് അപ്പീൽ പോയി. അതൊക്കെ വർഷങ്ങളായി ഈ സംഭവം നടന്നിട്ട്. പക്ഷേ അന്ന് തൊട്ട് ഈ പറയുന്നത് പോലെ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെടുന്ന RSSകാരെ തിരുവനന്തപുരത്തോ വിയ്യൂരിലോ മാറ്റും. കണ്ണൂർ CPMൻ്റെ ഒരു എന്താ പറയുക, കുടികിടപ്പ് അവകാശം പോലെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള കണ്ണൂർ ജയിലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് നിസ്സാരമായിട്ട് തള്ളാവുന്നതല്ല. ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു കൊടും ക്രിമിനലാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അങ്ങനെയുള്ള ഗോവിന്ദചാമിയെ ആര് സഹായിക്കുന്നു? പ്രത്യേകിച്ചും കണ്ണൂർ ജയിലിൻ്റെ ഭരണം കൈവശം ഇരിക്കുന്നത് CPMൻ്റെയാണ്. അങ്ങനെയെങ്കിൽ CPM നേതാക്കൾ അറിയാതെ ഗോവിന്ദചാമി അവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ആ ആരോപണം വളരെയേറെ മൂർച്ചയുള്ളതാണ്. അതങ്ങനെ അത്ര എളുപ്പത്തിൽ അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ കണ്ണൂരിലെ ജില്ലാ നേതാക്കൾ, CPMൻ്റെ ജില്ലാ നേതാക്കൾ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്, അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടിരുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി P ശശി ഇതിന് മറുപടി പറയേണ്ടി വരും. കൃത്യമായിട്ടും ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ സംഭവങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കണം. സുരേന്ദ്രൻ അതൊക്കെ വിശദമായിട്ട് എനിക്ക് തോന്നുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സുരേന്ദ്രൻ വളരെ പണ്ടും നിരുത്തരവാദപരമായിട്ട് പ്രസ്താവനകൾ ഉന്നയിക്കുന്ന, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, പ്രസ്താവന ഇറക്കുന്ന ഒരു നേതാവല്ല. സുരേന്ദ്രൻ എന്തെങ്കിലും പറയുമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. അല്ലാതെ വെറുതെ സുരേന്ദ്രൻ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു നേതാവല്ല. എനിക്ക് വളരെ പണ്ട് തൊട്ട്, ഏതാണ്ട് 2006-2007 കാലം തൊട്ട് എനിക്ക് കെ സുരേന്ദ്രനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ചാനൽ ചർച്ചകളിലടക്കം കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന വാദങ്ങൾ വളരെ കൃത്യമാണ്. അത് CPMനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. സുരേന്ദ്രനെതിരെയും ആരോപണങ്ങളും ഇതുമൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ രാഷ്ട്രീയം പറയുന്നിടത്ത് സുരേന്ദ്രൻ വളരെ കൃത്യതയുണ്ട്. അദ്ദേഹം വീൺവാക്ക് പറയില്ല. അതുതന്നെ ഈ കാര്യം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഗോവിന്ദചാമി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ കാര്യകാരണം വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അത് കേരളത്തെ നടുക്കിയ ഒരു നിരാലംബയും നിസ്സഹായമായ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ
സംഭവത്തിൻ്റെ ഉത്തരവാദി, ആ കാരണക്കാരനാണ് ഗോവിന്ദചാമി. അതുകൊണ്ട് തന്നെ അയാളോട് യാതൊരു ദയാദാക്ഷിണ്യങ്ങളും അനുവദിക്കരുത്. വളരെ കൃത്യമായിട്ട് അയാളെ പൂട്ടാനുള്ള പണി സർക്കാരും നമ്മുടെ ജയിലധികൃതരും പോലീസും ഒക്കെ ചേർന്ന് ചെയ്യേണ്ടതാണ്. ഇനി ഒരു കാരണവശാലും അയാളിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അയാൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടി, വധശിക്ഷയിൽ നിന്ന് ഒഴിവായി, പക്ഷേ ജീവപര്യന്തത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. ജയിലിടിഞ്ഞാൽ പോലും ഇനി ഇയാൾ പുറത്തിറങ്ങാത്ത വിധത്തിൽ ഗോവിന്ദചാമിയെ പൂട്ടുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.